ചില ഒഴിവാക്കലുകൾ ഉണ്ടായോ എന്ന ചില ഭാഗത്തുനിന്ന് വരുന്ന സംശയങ്ങൾ, അതിനോടുള്ള മറുപടികളൊക്കെയാണ്. ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ എ ഗ്രൂപ്പിന് അതൃപ്തി. ചാണ്ടിയെ ഒഴിവാക്കിയത് കൂടിയാലോചന ഇല്ലാതെയാണ് എന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത്. അതൃപ്തി ഉണ്ടെങ്കിലും പരസ്യ പ്രതികരണം വേണ്ട എന്ന നിലപാടിൽ കൂടിയാണ് ഗ്രൂപ്പ് നേതാക്കൾ. ടി എസ് ഹരീഷ് വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, ചാണ്ടി ഉമ്മന്റെ പ്രതികരണം എന്നത് എന്നെ മന്ത്രിയാക്കണമെന്നത് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്, ഞാൻ ആ വഴിക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഒരു സഭയുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനമുണ്ടാകുന്നു, ഉൾപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന്. ഇപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം പുറമേക്ക് പറയില്ല എന്ന് കരുതാം, ഇപ്പോഴത്തെ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട്. എങ്കിലും ഇതൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചയില്ലായ്മ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? ദിവിഷേ, പാർട്ടിക്കുള്ളിൽ ഇത് അങ്ങനെ തന്നെ നിൽക്കും. അവരെന്തായാലും പരസ്യ പ്രതികരണത്തിന് ഗ്രൂപ്പ് നേതാക്കളിൽ ആരും തന്നെ തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതിലെ പ്രശ്നമെന്ന് പറയുന്നത് എ ഗ്രൂപ്പ് നേതാക്കൾ വിലയിരുത്തുന്നത് ചാണ്ടിക്ക് മന്ത്രിസഭയിലെത്താനുള്ള മെരിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. അതായത് അവരുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ചാണ്ടിയുടെ ഭൂരിപക്ഷം തന്നെ 1,00,000-ന് മുകളിലാണ്. ചാണ്ടിയുടെ പ്രചരണ രീതി തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ ചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അവരെല്ലാം വിലയിരുത്തുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അവസാനം വരെ ഉണ്ടായിരുന്നു. ഈ സഭാ നേതാക്കൾ, അതായത് ഓർത്തഡോക്സ് സഭയുടെ ഒരു വലിയ പിന്തുണ ചാണ്ടിക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറായിരുന്നു, ഒരു മെരിറ്റായിരുന്നു എന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷമായപ്പോൾ മന്ത്രിമാരുടെ പട്ടിക വന്നപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേരില്ല. അപ്പോൾ ചാണ്ടി ഉമ്മനെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അതൊരു കൂടിയാലോചന ഇല്ലാതെയാണ് എന്നുള്ള ഒരു അതൃപ്തിയാണ് എ ഗ്രൂപ്പിലെ നേതാക്കൾക്കുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡിൽ ഈ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം എ കെ ആന്റണിയുടെ വീട്ടിലെത്തി ചാണ്ടി ഉമ്മൻ സന്ദർശനം നടത്തിയിരുന്നു. പക്ഷേ എ കെ ആന്റണിയൊന്നും പരസ്യമായ ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ സംസാരിക്കാനോ ഒരു സാധ്യതയുമില്ല. അതൃപ്തി ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് നേതാക്കളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഒരു അതൃപ്തിയുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയോടുള്ള ഒരു അവഹേളനം എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. കാരണം ഇലക്ഷനിൽ വോട്ട് തേടിയ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വച്ചും ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുമൊക്കെ വോട്ട് വാങ്ങി. പക്ഷേ ആ സമയത്ത് ചാണ്ടി ഉമ്മനെ പോലെ ഒരാളെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിട്ടും അദ്ദേഹത്തിനെ അവസാന നിമിഷം ഒഴിവാക്കിയതിനുള്ള ഒരു അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത്. നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതേയില്ല. അല്ല, ഇതിപ്പോൾ പല രീതിയിലും പല വിധത്തിലുള്ള അതൃപ്തികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ മന്ത്രിസഭ വകുപ്പുകൾ ആർക്കൊക്കെ നൽകണമെന്ന് സംബന്ധിച്ച് പോലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിലൊരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി എന്ന വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ചാണ്ടി ഉമ്മൻ കൃത്യമായി പറയുന്നുണ്ട്, അത് ജനങ്ങളുടെ ആഗ്രഹമാണ്, മാധ്യമങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് വഴി വെട്ടേണ്ട കാര്യമില്ല, ജനങ്ങൾ വെട്ടുന്ന വഴിയെ ഞാൻ പോവുക മാത്രമാണ് എന്നാണ്. അപ്പോൾ വി.ഡി. സതീശൻ്റെ ഒരു ഇടപെടൽ ഏതെങ്കിലും വിധത്തിൽ ഇക്കാര്യത്തിൽ കൂടി പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ലത്തീൻ സഭയ്ക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോയി അവിടെയുമായി ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ പാർട്ടിക്കുള്ളിലെ ഈ ഒരു പിണക്കങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുക? അതായത് വി.ഡി. സതീശനെ നമുക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പിണക്കമോ പരിഭവങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് ഇറങ്ങി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളും ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ദിവസങ്ങളും കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് വിഷയത്തിലായാലും എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഇറങ്ങി അവരുടെ പരിഭവം മാറ്റുക എന്നുള്ളതാണ് വി.ഡി. സതീശൻ്റെ ഇപ്പോഴത്തെ ഒരു ലയൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുനയ നീക്കം എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു പരസ്യ പ്രതികരണത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പാർട്ടിയെ സംബന്ധിച്ചൊരു ക്ഷീണമുണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷെ അറിയിക്കേണ്ടടുത്ത് അവരുടെ അതൃപ്തി എന്താണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പാർട്ടി മീറ്റിങ്ങുകളിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നേക്കാം. ശരി. എന്തായാലും എ ഗ്രൂപ്പിൽ ഒരു വലിയ അസ്വസ്ഥത ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിലുണ്ട്. അത് പക്ഷേ പരസ്യ പ്രതികരണങ്ങളായി പുറത്തേക്ക് വരില്ല. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളാണ്, അത് നേതൃത്വത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.